ആദ്യം തന്നെ എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് നിമ മരിയ വർഗീസ്. ഇതെൻ്റെ അമ്മയാണ് ഡയന. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുവാണ്. ഓർത്തഡോക്സ് സഭാംഗമാണ് ഞങ്ങളവിടെ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ മാസം. അത് ഞാൻ അന്ന് ഉടമ്പടി എടുത്തതിൻ്റെ കാരണം തന്നെ എൻ്റെ അമ്മയാണ്. അമ്മ 2022 മുതൽ ഉടമ്പടിയിൽ ഉള്ള ആളാണ്. അപ്പോൾ അമ്മ എപ്പോഴും എന്നെ നിർബന്ധിക്കുമായിരുന്നു, മോനെ ഉടമ്പടി എടുക്ക്, മാതാവിൻ്റെ അടുത്ത് പോ, അല്ലെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് ഇട് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിനോട് ഒത്തിരി അങ്ങനെ യോജിപ്പുള്ള ഒരു ആളല്ലായിരുന്നു. ഞാൻ അമ്മേനോട് ചോദിക്കുമായിരുന്നു, എന്തിനാ ഇവിടെ വന്ന് ആലപ്പുഴയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, എന്തിനാ നമുക്ക് അവിടെ വീട്ടിലിരുന്നാലും അല്ല അവിടെ പള്ളിയിൽ പോയാലും പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ 2024 ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത്. അതും ഒരു പരീക്ഷണാർത്ഥം എന്നുള്ള പോലെ ഞാൻ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അതിൽ പക്ഷേ ഞാൻ വെച്ച നിയോഗങ്ങളിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച നിയോഗം തന്നെ അടുത്ത മാസം തന്നെ ഒരു തടസ്സവും കൂടാതെ അത് സാധിച്ചു കിട്ടി. അതെൻ്റെ അമ്മയുടെ അനുഗ്രഹമായിരുന്നു. അതിനുശേഷം 2025 മാർച്ചിൽ ഞാൻ നേരെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ചെയ്യുമായിരുന്നെങ്കിലും ഇടയ്ക്ക് അതിൽ ഞാൻ ഉഴപ്പുമായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പുറത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ എനിക്ക് എക്സാം എഴുതി അവിടെ ലൈസൻസ് ലഭിച്ചാൽ മാത്രമേ എനിക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാൻ ഉടമ്പടി ഒട്ടും 100% ഭംഗിയായി അല്ല മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 തവണ എക്സാം എഴുതിയായിരുന്നെങ്കിലും ഞാൻ അത് ഫെയിലാവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ തിരിച്ച് ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി, പ്രാർത്ഥന പിന്നെയും തുടങ്ങി. അതിന് ഫലമായിട്ട് എനിക്ക് ഒമാനിലേക്ക് ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വളരെ എളുപ്പം എന്ന് പറയുന്ന പോലെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. 21 പേരുണ്ടായിരുന്നെങ്കിൽ 20 പേര് സെലക്റ്റായി. എനിക്ക് മാത്രം ആ ജോലി ലഭിച്ചില്ല. ഞാൻ അന്ന് ഒത്തിരി വിഷമിച്ചു, ഒത്തിരി കരഞ്ഞു. എന്താ യേശുപ്പാ എനിക്ക് ആ ജോലി തരാഞ്ഞേ, അല്ലെങ്കിൽ 21 പേരുണ്ടായിരുന്നല്ലോ, എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വളരെ എളുപ്പമായിരുന്നല്ലോ, എനിക്ക് എന്താ അത് കിട്ടാഞ്ഞേന്ന് ഞാൻ ഒത്തിരി അന്ന് റൂമിൽ ചെന്ന് ഈശോനെ നോക്കി ഞാൻ കരഞ്ഞു. പിന്നീട് ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. എനിക്ക് വേറെ നല്ലത് ദൈവം തരും എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥന മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു. വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ 2026 ജനുവരിയിൽ എനിക്ക് ഒരു ഏജൻസി ത്രൂ ഇങ്ങോട്ട് മെസ്സേജ് വന്നു, നിമ കുവൈറ്റിലോട്ടേക്ക് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന് വേക്കൻസി ഉണ്ട്, നിമയ്ക്ക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. നല്ല ഒരു ഹോസ്പിറ്റലായിരുന്നു. നമുക്കവിടെ എനിക്ക് ഒരു എക്സാമും വേണ്ട, ഒരു ലൈസൻസും ഇല്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ജനുവരിയിൽ ഞാൻ അങ്ങനെ എൻ്റെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വളരെ എളുപ്പമായിരുന്നു, ഓൺലൈൻ ത്രൂ ആയിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഏജൻസിയിൽ കണ്ടിന്യൂസ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയില്ലേ, ഞാൻ സെലക്ട് ആയില്ലേ, എന്താ അതിൻ്റെ റിപ്ലൈ വരാത്തതെന്ന്. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, നിമ കുറച്ച് താമസിച്ചാണെങ്കിലും അതിൻ്റെ മറുപടി വരും, നിമ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ഇരുന്നു മുന്നോട്ട് ഉടമ്പടി പ്രാർത്ഥനകൾ എല്ലാം ഭംഗിയായി അതുപോലെ ചെയ്ത് മുന്നോട്ടേക്ക് പോയി. ഏപ്രിൽ ഒരു 14-15 ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഏജൻസി എന്നെ കോണ്ടാക്ട് ചെയ്തു. സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിലേക്ക് നിമ സെലക്റ്റഡ് ആണ്, നിമ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലുവയിലോട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അടുത്ത ദിവസം തന്നെ എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ തന്നു. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കാരണം അന്ന് എനിക്ക് ഒമാനിലോട്ടേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ 21 പേരിൽ 20 പേര് സെലക്റ്റായി, എന്നെ മാത്രം സെലക്ട് ചെയ്തില്ല അവർ. അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചെങ്കിലും
ഒരു എക്സാമോ ലൈസൻസോ ഒന്നുമില്ലാണ്ട് എനിക്ക് കുവൈറ്റിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു സാലറി പാക്കേജ് കൂടെ എൻ്റെ മാതാവ് യേശുബായി എനിക്ക് ഈ ജോലി തന്നു. ഞാൻ അതിനുശേഷം എനിക്ക് ചില പരീക്ഷണങ്ങളുണ്ടായിരുന്നു. എനിക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ എക്സ്റേയിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അൺഫിറ്റാണ്, വേറെ സെൻറ്ററിൽ പോയി ഒന്നുകൂടെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം ഞാൻ എന്ത് ചെയ്യും മാതാവേ? കാരണം എനിക്ക് ഓരോ പ്രോസസ്സും അത്രയും പെട്ടെന്ന് ചെയ്താലാണ് എനിക്ക് പോണ കാര്യങ്ങൾ ഡിലേ ആവാണ്ടിരിക്കുകയുള്ളൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, അമ്മ മാതാവേ ഇത് ശരിയാക്കി തരാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിനെ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് മേലെ കയറി ചെന്നു. ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു എനിക്ക് ഡോക്ടറെ കാണണം, എനിക്ക് CT ചെസ്റ്റ് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു എക്സ്റേ CT എടുത്തോ, CT നോർമലാണെങ്കിൽ ഫിറ്റാക്കി തരാം, അല്ലെങ്കിൽ നമ്മൾ അൺഫിറ്റാണെന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അപ്ലോഡ് ചെയ്താൽ പിന്നെ എനിക്ക് പുറത്തേക്ക് പോകുന്ന കാര്യം ഇപ്പോഴൊന്നും നടക്കില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ചെന്ന് CT എടുത്തു. തിരിച്ച് ഞാൻ വീട്ടിൽ എത്തി. ഞാൻ എൻ്റെ ഫോണിൽ മെസ്സേജ് നോക്കിയപ്പം 5:29 ആ ലാബിൽ നിന്ന് എൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, CT നോർമലാന്ന് പറഞ്ഞ്. തൊട്ടു മേലെ എൻ്റെ അമ്മ 5:28 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. മോനെ, നിൻ്റെ CT റിപ്പോർട്ട് നോർമലാണ്, അമ്മ മാതാവ് ഒരു അടയാളം കാണിച്ചു തന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് ആകാശത്തിലൊരു മഴവില്ലിൻ്റെ രൂപം അയച്ചു തന്നിട്ട് അമ്മ പറഞ്ഞു പേടിക്കണ്ട, CT നോർമലാണ്, മാതാവ് അതിനുള്ള അടയാളം കാണിച്ചു തന്നു എന്ന്. ആ സമയം തന്നെ നോക്കി അറിയാം. 5:28 എനിക്ക് ഈ അടയാളം കണ്ടു. 5:29 എൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി, CT നോർമലാന്ന് പറഞ്ഞ്. അടുത്ത ദിവസം മെഡിക്കൽ ഫിറ്റാണെന്നും പറഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ പാസ്പോർട്ടുമായിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. എനിക്ക് ടിക്കറ്റ് എന്നാ ലഭിക്കുക എന്നുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ്സ് മേടിച്ചു. ഞാനിവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ടിക്കറ്റ് വന്നതിന് ശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് കാശിരൂപം മേടിച്ചിട്ട് പോയി. കാശിരൂപം തിരിയൊക്കെ മേടിച്ചിട്ട് ഞാൻ പോയി. 20 കാശ് രൂപയാണ് മേടിച്ചത്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുമായിരുന്നു, എന്താണ് എൻ്റെ ടിക്കറ്റ് വരാത്തതെന്ന്. അങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാശ് രൂപം എണ്ണി അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ 20 എണ്ണം മേടിച്ചതിൽ എനിക്ക് 22 കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഒന്നെങ്കിൽ 22-ാം തീയതി ആയിരിക്കും ഞാൻ പോകേണ്ടത്, അല്ലെങ്കിൽ 22-ാം തീയതി എൻ്റെ കയ്യിൽ ടിക്കറ്റ് ലഭിക്കും എന്ന് പറഞ്ഞു. അതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 22-ാം തീയതി ടിക്കറ്റ് ഏജൻസി അയച്ചു തന്നു. അതിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയായിരുന്നു, അമ്മ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരാമോ, എന്നാ ഞാൻ പോകണ്ടേ, അല്ലെങ്കിൽ എന്നാ എനിക്ക് ടിക്കറ്റ് ലഭിക്കുക എന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരാമോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയിൽ പച്ചത്തിരി കത്തിക്കുന്ന സമയത്ത് ബാക്കിൽ ഭിത്തിയിൽ 28 എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നിഴൽ പോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഏജൻസിയിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിമ 26-ാം തീയതി പോകാൻ ഒരുങ്ങിക്കോ, എല്ലാം പാക്ക് ചെയ്തോ, 26-ാം തീയതി ടിക്കറ്റ് ഞാൻ കയറി പോകേണ്ട ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ 28 കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല. എന്തായാലും ഏജൻസി പറഞ്ഞല്ലോ ഈ ദിവസം, അപ്പോൾ 28 എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ 22-ാം തീയതി എൻ്റെ കയ്യിൽ വന്ന ടിക്കറ്റിൽ നോക്കിയപ്പോൾ ഡേറ്റ് 28-നായിരുന്നു. അങ്ങനെ ഞാൻ 28-ാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ടിക്കറ്റ് ലഭിച്ചതിന് ശേഷം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സാക്ഷ്യപ്പെടുത്താണ്ട് എയർപോർട്ടിലേക്ക് 28-ാം തീയതി നേരെ പോയി. ഞങ്ങൾ 3 പേര് അന്ന് കയറി പോകണമായിരുന്നു. ഞാൻ അവിടെ എയർപോർട്ടിൽ ചെക്ക് ഇൻ വരെ ചെന്നു. ചെക്കിൻ്റെ സമയത്ത് നിമ മരിയയുടെ ടിക്കറ്റ് കാണുന്നില്ല സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു. എൻ്റെ ടിക്കറ്റ് മാത്രം ക്യാൻസലായിരുന്നു. ബാക്കി 2 പേര് കയറിപ്പോയി. എനിക്കപ്പം തന്നെ മനസ്സിലായി, കാരണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപത്രത്തിലെല്ലാം എഴുതി എനിക്ക് ടിക്കറ്റ് കൂടെ ലഭിച്ചാൽ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാണ്ട് എൻ്റെ ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞാൻ കയറി പോകാൻ വേണ്ടി ഡയറക്റ്റ് പോയി. പക്ഷേ എൻ്റെ ടിക്കറ്റ് ക്യാൻസലായിരുന്നു. ഞാൻ 29-ാം തീയതി തന്നെ നേരെ ഇവിടെ വന്നു. ഞാൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു, എൻ്റെ കാര്യം പറഞ്ഞു. അച്ഛൻ എനിക്ക് ബ്ലസ് ചെയ്തു. ഇനി അമ്മ മാതാവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്താതിരുന്നത് കൊണ്ട്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി.
ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട് നിമ, അതിൽ നമ്മൾ വർക്ക് ഓൺ ചെയ്യുവാണ്, അധികം വൈകാതെ തന്നെ ശരിയാക്കാം, നിമയ്ക്ക് എന്തായാലും അവിടെ എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അത്രയും ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ കരയുക അല്ലെ വിഷമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട, ഞാൻ അതുവരെ പിടിച്ചു നിന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ അങ്ങനെ എന്താ പറയുക, പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ വീട്ടിൽ പോയി. പലരുടെ അടുത്തും നമ്മൾ മറുപടി പറയണം, എല്ലാവരുടെ അടുത്തും ചോദ്യങ്ങളൊക്കെ വന്നു. പക്ഷേ ശരിയാവും, ദൈവം ശരിയാക്കും, എൻ്റെ സഞ്ചാരി മാതാവ് അവിടെ ചെന്ന് എന്താണോ തടസ്സം അത് മാറ്റി എന്നെ അവിടെ കൊണ്ടുപോകും എന്ന് ഞാൻ മറുപടി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ ഭംഗിയായി ധ്യാനവും കേട്ട് കൊന്ത ചൊല്ലുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. കൊന്ത ചൊല്ലാൻ തുടങ്ങി, വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 5-ാം തീയതി രാത്രി ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. നിമയ്ക്ക് പോകാനുള്ളത് ശരിയാക്കിയിട്ടുണ്ട്, തടസ്സങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, നിമയ്ക്കുള്ള ടിക്കറ്റ് റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി കുവൈറ്റിൽ നിന്ന് പറഞ്ഞേക്കുവാണ്, നമ്മൾ 4-5 ദിവസത്തിനുള്ളിൽ നിമേൻ്റെ ടിക്കറ്റ് റീഇഷ്യൂ ചെയ്യുവാണെന്ന് പറഞ്ഞു. 6-ാം തീയതി രാവിലെ തന്നെ അവരെനിക്ക് ടിക്കറ്റ് അയച്ചു. നാളെ 11-ാം തീയതി രാവിലെ ഞാൻ കുവൈറ്റിലേക്ക് പോകുവാണ്. എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് ഒന്നുകൂടെ ഞാൻ 1000 നന്ദി പറയുകയാണ്. ഞാൻ 28-ാം തീയതി പോകാൻ നിന്ന് ഞാൻ അന്ന് കയറി പോകുമായിരുന്നെങ്കിൽ ഈശോ എന്താ എന്നും മാതാവ് എന്താണെന്നും അമ്മ മാതാവിനും ഈശോയ്ക്കും ചെയ്യാൻ പറ്റുന്ന അത്ഭുതം എന്താണെന്നും എനിക്ക് ഇത്രയ്ക്കും മനസ്സിലാവില്ലായിരുന്നു. ഇതിന് ശേഷമാണ്, ഈ ഒരു പരീക്ഷണത്തിന് ശേഷമാണ് ഞാൻ ഒത്തിരി ഈശോയോടും മാതാവോടും അടുത്തത്. മുന്നേ ഞാൻ പ്രാർത്ഥന വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും സന്ധ്യാ നമസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ എണീറ്റുള്ള പ്രാർത്ഥനയാണെങ്കിലും വൈകുന്നേരത്തെ പ്രാർത്ഥനയാണെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുന്ന ബൈബിള്, അച്ഛൻ്റെ ധ്യാനം എല്ലാം ഭംഗിയായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിക്കുന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങളും ഞാൻ എനിക്കറിയുന്ന എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. കൃപാസനത്തെക്കുറിച്ചും മാതാവ് എന്താണെന്നും ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ എനിക്കറിയുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ മേഖലയിലായതുകൊണ്ട് തന്നെ എൻ്റെ പേഷ്യൻസ് എല്ലാവരെയും ഞാൻ എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട് അവരെ എന്തോരം ബെറ്ററാക്കാൻ പറ്റുമോ, അവരുടെ മനസ്സിനെ ആയിക്കോട്ടെ, അവർക്ക് എന്താണോ രോഗം അതിനെ ആയിക്കോട്ടെ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ എന്നാൽ സാധിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ ഉള്ള പൈസ, ഇപ്പം നമ്മൾ ചികിത്സയ്ക്കാണെങ്കിലും അല്ലാണ്ട് ആവശ്യങ്ങൾക്കാണെങ്കിലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഉടമ്പടി തൈലം എൻ്റെ അറിവിൽ ഞാൻ മുന്നിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ എൻ്റെ ഒരു ആൻറ്റിക്ക് തന്നെ സർജറിയൊക്കെ കഴിഞ്ഞ ആൻറ്റിക്ക് ഇപ്പോൾ കാലിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നിരുന്ന ഒരു സമയത്ത് ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആൻറ്റി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ആൻറ്റി വിഷമിക്കണ്ട, അവിടെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആൻറ്റീൻ്റെ എല്ലാ അസുഖങ്ങളും മാറി ആൻറ്റീൻ്റെ മനസ്സിന് ശക്തി ലഭിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം എടുത്ത് ആൻറ്റീൻ്റെ നെറ്റി തൊട്ട് കാല് വരെ തൂത്ത് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റീൻ്റെ വേദനകൾ അല്ലെങ്കിൽ വയ്യായ്കകൾ ആൻറ്റിക്ക് സൗഖ്യം ലഭിക്കും, മാതാവ് അത് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. 28-ാം തീയതി ഞാൻ പോകുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ആൻറ്റി എന്നെ വിളിച്ചിട്ട് ആൻറ്റിക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ ആൻറ്റീനോട് ചോദിച്ചു, ആൻറ്റി എങ്ങനെയുണ്ട്, കുറഞ്ഞോ? അപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ നേരിട്ട് വന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. ഞാൻ മുന്നേ കണ്ടിരുന്ന എൻ്റെ ആൻറ്റി
അതിൽ നല്ല കോൺഫിഡൻസായി. ആൻറ്റിക്ക് തന്നെ മനസ്സിന് നല്ലൊരു കോൺഫിഡൻസായി. ആൻറ്റി നടക്കുന്നതെല്ലാം ബെറ്ററായി. കാര്യങ്ങൾ ഇച്ചിരൂടെ നല്ല രീതിയിൽ പോകുന്നത് എനിക്ക് അന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുകയാണ്. നാളെ രാവിലെ ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് പോയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 28-ാം തീയതി പോയാൽ ചിലപ്പോൾ ഞാൻ ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും മുടക്കങ്ങളൊക്കെ വന്നേനെ. പക്ഷേ നാളെ ഞാൻ കുവൈറ്റിലേക്ക് കയറി പോകുമ്പോൾ എൻ്റെ ഇവിടെ കൃപാസനം മാതാവിനെ എൻ്റെ ഈശോപ്പായും മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ പ്രാർത്ഥനകളും എല്ലാം ഞാൻ അവിടെ ചെന്ന് ഭംഗിയായിട്ട് നിറവേറും. ഒന്നുകൂടെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. ത്രിയേക ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയോട് നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ മനസ്സിൽ ഞാൻ 22 ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ ഉടമ്പടിയിൽ നിൽക്കുന്ന ആളാണ്. എൻ്റെ കുടുംബം അത്രയും ചേർന്ന് വന്നിട്ടില്ല. എൻ്റെ മനസ്സിലെ ഏറെ ആഗ്രഹമായിരുന്നു എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ ഈശോയോടും അമ്മയോടും ചേർന്ന് വരുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 8ാമത് പുതുക്കി ഞാൻ കഴിഞ്ഞ 9-ാം തീയതി മെയ് മാസം 9-ാം തീയതി വന്ന് 8ാമതും പുതുക്കിയപ്പോൾ ഞാനതിൽ നിയോഗമായിട്ട് തന്നെ വെച്ചു. ഇതെൻ്റെ ഇളയ മകളാണ്. ഇവളും എല്ലാവരെയും ചേർത്ത് വെച്ച കൂടെ ഈ മോളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി മാറണമേ എന്ന് ഞാൻ നിയോഗം വെച്ചു. അതിനു മുമ്പേ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. ഈ മോള് റെസ്പിറേറ്ററി തെറാപ്പി കോഴ്സ് പാസ്സാകുന്നതിന് മുൻപായിട്ട്, ഇവൾ മണിപ്പാലിൽ പഠിക്കുന്ന ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ആ ഫസ്റ്റ് ഉടമ്പടി ഇവിടെ വന്നെടുക്കുന്നത്. ആ സമയത്ത് ഞാൻ വെച്ച് എൻ്റെ മോൾക്ക് പഠിച്ചിറങ്ങിയാൽ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ ജോലി തന്നേക്കണേന്ന്. അന്ന് എനിക്ക് ഉടമ്പടി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ നിയോഗം എഴുതിയിൽ ഒന്നതായിരുന്നു. ഇവളുടെ ബാച്ചിൽ തന്നെ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത്, അതായത് പഠിച്ചിറങ്ങി 3-ാമത്തെ ദിവസം അവിടെ നിന്ന് വന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും അവസരം കിട്ടാതെ ഫസ്റ്റ് ഇതിൽ തന്നെ നല്ല ഹോസ്പിറ്റലിൽ അവൾക്ക് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റായിട്ട് ജോലി ലഭിച്ചു. അമ്മയോട് ഞാൻ നന്ദി പറഞ്ഞു. പക്ഷേ ഈ മോളെൻ്റെ കൂടെ വരാത്തത് കാരണം ഇതുവരെ എനിക്ക് സ്റ്റേജിൽ അത് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നട്ടെല്ലിന് ഡിസ്കിന് പ്രശ്നം വന്ന് L4 L5 ഡിസ്കിന് നെർവ് കംപ്രഷൻ വന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചതും ട്രീറ്റ്മെൻറ്റ് എടുത്തതും സുഖമാവാത്തതും പരിശുദ്ധ അമ്മ ഓൺലൈൻ ഉടമ്പടി വഴി എന്നെ ഏറെ സുഖപ്പെടുത്തിയതിന് ശേഷം ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കൈവെപ്പ് മൂലം പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്ന് 1.5 വർഷത്തോളമായി എനിക്ക് ആ രോഗം എന്തെന്ന് ഇതുവരെ ഇല്ല. എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ ഞാനത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഈ മകളുടെ കൂടെ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരുപാട് വലിയ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ മോളെക്കുറിച്ച് ഞാൻ 8ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എൻ്റെ മോൾ മാറണേന്ന് ഞാൻ എഴുതി വെച്ചു. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഇവളുടെ ഇൻ്റർവ്യൂവിന് റിസൾട്ട് വരാൻ താമസിച്ചപ്പോൾ ഇവളെന്നോട് ചോദിച്ചു, അമ്മ എന്താ ചെയ്യുക, എൻ്റെ ഇൻ്റർവ്യൂ നല്ലതായിരുന്നു പക്ഷേ എനിക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ വചനം പറയാൻ എനിക്ക് അറിയുന്ന ആളൊന്നുമല്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തമ്പുരാൻ തന്ന ഒരു വചനം ഏശയ്യ 66:9 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് എൻ്റെ ദൈവം ചോദിക്കുന്നു. എൻ്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അത് ദൈവം നടപ്പിലാക്കും, അതിൻ്റെ പൂർണ്ണതയോളം എത്തിക്കും എന്ന ആ വചനം അന്നും വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലാവുന്നു. ഇന്നത് വായിക്കുമ്പോൾ വീണ്ടും എനിക്ക് മനസ്സിലാകുന്നു. കാരണം പല തടസ്സങ്ങൾ ഇവർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഈ നിമിഷം വരെ ഉണ്ടായെങ്കിലും തമ്പുരാൻ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുമെന്ന് അന്നേ ദൈവം എനിക്ക് മെസ്സേജ് തന്നുവെന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടെ എൻ്റെ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഈ നിമിഷം വരെയും ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. എൻ്റെ കുടുംബം പൂർണ്ണമായി ഉടമ്പടിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തമ്പുരാൻ്റെ മുമ്പിൽ ആ വിഷയം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞാൻ വെച്ചുകൊണ്ട് നന്ദിയോടെ വീണ്ടും പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം തിരുവചനം. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും, ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. നിമ മരിയ എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത്. ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തിയതിന് ശേഷം വിജാതീയനായ ഒരാൾ മാത്രം വന്ന് ഈശോയോട് നന്ദി പറയുമ്പോൾ ഈശോ വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബാക്കി 9 പേരെവിടെ? 10 പേരാണല്ലോ സൗഖ്യപ്പെട്ടത്, 9 പേരെവിടെ? അങ്ങനെ ഒരു സാക്ഷ്യമാണെന്ന് നിമ്മ ഇവിടെ പറയുന്നത്.
തൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വളരെ അടയാളത്തോടു കൂടി തന്നെ 28 എന്ന ഡേറ്റിൽ താൻ പോകുന്ന വിദേശത്തേക്ക് പോകുന്ന ഒരു ടിക്കറ്റിൻ്റെ അടയാളം പോലും ഈ മകൾക്ക് കിട്ടിയിട്ട് ടിക്കറ്റ് കിട്ടിയ വശം ഈശോയോട് തിരിഞ്ഞു നോക്കാതെ പോയതിൻ്റെ ഒരു വേദനയോടുകൂടി വീണ്ടും വന്നിവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രവാചകന്മാരെല്ലാം ദാവീദെല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെയാണ് ഈ മകൾ ഇന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 20 പേരും സെലക്റ്റഡായി പോയി, ഞാൻ മാത്രം പോയില്ല എന്നൊരു വലിയ സങ്കടം ഈ മകൾക്കുണ്ടായിരുന്നു. എന്തായാലും ഈ മകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ ഒരു ടണലിലൂടെ കടന്നു പോയപ്പോഴാണെന്ന് നിമ ഇവിടെ ഏറ്റുപറയുകയാണ്. നമുക്ക് എത്ര തന്നെ ഉടമ്പടിയിലായിരുന്നാലും പരീക്ഷണ സമയം നമുക്ക് ഉറപ്പാണ്. മാതാവ് ശിക്ഷിച്ചു എന്നല്ല നമുക്കത് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉടമ്പടിയെ, എൻ്റെ വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കിയ ഒരു സംഭവമാണെന്നാണ് നമുക്കെപ്പോഴും പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പരീക്ഷണഘട്ടങ്ങളോ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈശോയെ ഒന്നുകൂടി തൊട്ടറിയാനുണ്ട്, അനുഭവിച്ചറിയാനുണ്ട്, ഈശോയുടെ സ്നേഹം രുചിച്ചറിയാനുണ്ട് എന്നാണ് ഈ മകൾക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഈ മകൾ പറയുന്നു, ഇന്ന് എനിക്ക് ജപമാല ചൊല്ലുന്നതും, ഇവരൊരു ഓർത്തഡോക്സ് വിശ്വാസികളാണ്, ജപമാല ചൊല്ലുന്നതും വചനം വായിക്കുന്നതുമെല്ലാം എനിക്ക് ഹൃദ്യസ്ഥമാക്കാനും അത് ഹൃദയത്തിൽ തൊട്ടനുഭവിക്കുവാനുള്ള കൃപ, അഭിഷേകം ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അടയാളങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുമ്പോഴെല്ലാം ഇതെനിക്ക് തന്നെയാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ ഒരു ഉറപ്പ് ഈ മകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ പറയുന്നു. കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, മേഘത്തിലൂടെയും തീഗോളത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവർ സ്നാനപ്പെടുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ചില സ്നാനപ്പെടലുകളൊക്കെ അങ്ങനെയാണ്. ചില ടണൽ നമുക്ക് അനുവദിച്ചു തരുന്നത് നാം നമ്മുടെ സ്നാനം പൂർത്തിയാകാൻ വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം എന്ന് ഈശോ പറയുന്നു. എവിടെയാണ് എൻ്റെ നിക്ഷേപം? എനിക്ക് നിത്യതയാണ് എൻ്റെ നിക്ഷേപമെങ്കിൽ എൻ്റെ ഹൃദയം എവിടെയാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പാകപ്പിഴവ് വന്നാൽ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടും. ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മയാണ് നമുക്ക് ജാമ്യമെടുത്ത്, നമുക്കൊന്ന് തെറ്റിപ്പോയാൽ നാം വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ ജാമ്യം, ആ ഒരു തുക തിരിച്ചടയ്ക്കുന്നത് അമ്മയാണ്. നമുക്ക് മനസ്സിലാകുന്നത് പോലെ റോമൻ ശതാധിപൻ പറയുന്നത്, ഓരോരുത്തരുടെയും അവസ്ഥ, നമുക്ക് നോ മെറിറ്റ്, എനിക്ക് ഒട്ടും തന്നെ മെറിറ്റില്ല, പക്ഷേ അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല, അങ്ങൊരു വാക്ക് അരുളി ചെയ്താൽ മതി. ഈ മകളുടെ സാക്ഷ്യം അങ്ങനെ തന്നെയാണ്. ഈശോ ഒരു വാക്ക് അരുളി ചെയ്തതിൻ്റെയാണ്, ഈശോ സ്നേഹിച്ചതിൻ്റെയാണ്, ഈശോയുടെ സ്നേഹം ആഴമായി അനുഭവിക്കാൻ സാധിച്ചതിൻ്റെ ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം, ഈശോയെ പിരിയാതെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം. നിമമരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.